ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഷോപ്പിംഗ് വ്ലോഗാണ് കാണിക്കുന്നത്. ഓൾറെഡി ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈദിന് വേണ്ടിയിട്ട് ഈദിൻ്റെ സമയത്ത് കുറച്ച് ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ഷോപ്പ് ചെയ്തതിൻ്റെ ഒരു വ്ലോഗാണ് കാണിക്കുന്നത്. സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് ഷർട്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ല ലൂസ് ഫിറ്റായിട്ടുള്ള ഷർട്ട്സാണ്. ഞാൻ കൂടുതലും ഷർട്ട്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഷർട്ട് കൂടുതൽ വാങ്ങിക്കുന്നത്. ഷർട്ട് വിത്ത് പാൻറ് അല്ലെങ്കിൽ സ്കേർട്ടും ഷർട്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇവിടുത്തെ. കാരണം നമുക്ക് കംഫർട്ടബിളാണ്, ഇടാൻ കംഫർട്ടബിളാണ്, മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. ചില ഷർട്ട്സ് ഒന്നും നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ നമുക്ക് എളുപ്പം ഇടാം. അതേസമയം നമ്മൾ ചുരിദാറൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ അതെല്ലാം പ്രത്യേക അയണിങ് ഒക്കെ അതിന് വേണം. അപ്പോൾ ഇങ്ങനത്തെ ഷർട്ട്സ് ആയിരിക്കും കൂടുതൽ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റാണ്. ഇതൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് ഇതിന് വരുന്നത്. ഒരു പ്രത്യേകം ഒരു ഗ്രീനാണ്. ഗ്രീനിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ഡ്രസ്സ് എടുത്തിരിക്കും, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് ഗ്രീന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷർട്ട്. ഇതാണ് സെക്കൻഡ് ഷർട്ട്. ഇത് ഒരു ബ്ലൂ കളറാണ്, ഒരു നല്ല പ്രത്യേക ബ്ലൂ, നമ്മൾ കാണാത്തൊരു ബ്ലൂ. എനിക്കൊന്നും നീലത്തിൻ്റെയൊക്കെ ബ്ലൂ ഇല്ല, അതാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ലൊരു ഷർട്ടാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഈ സ്ട്രൈപ്സും കൂടെ നല്ല രസമുണ്ട് കാണാൻ. ആക്ച്വലി ഷർട്ട് നല്ലൊരു ഡ്രസ്സാണ്, കാരണം നമ്മുടെ ബോഡി ശരിക്കും കവേർഡ് ആയിരിക്കും. കോളറുണ്ട്, നെക്കിന് ആ പ്രശ്നം വരത്തില്ല, സ്ലീവ് കാണും. പിന്നെ പ്രോപ്പർ ഒരു നല്ല ഡ്രസ്സാണ് ഷർട്ട്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റീസെൻ്റ്ലിയാണ് ഈ ഷർട്ട്സിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടിയത്. പണ്ടൊക്കെ നമ്മൾ കുർത്തീസൊക്കെ അല്ലേ ഇടുന്നത്, പക്ഷെ എനിക്കൊന്ന് അതിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ് ഈ ഷർട്ട്സ്. പിന്നെ ഞാൻ ഇപ്പം ഇച്ചിരി ടൈറ്റായിട്ടൊക്കെ ഉള്ള ഷർട്ടാണെങ്കിൽ ഞാൻ ഈ ബട്ടൺ മാറ്റിയിട്ട് അതിനകത്ത് ടീഷർട്ട് ഇട്ടിട്ട് ഇതൊരു ജാക്കറ്റ് പോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പം നല്ലൊരു ഡ്രസ്സാണിത്. ഇതാണ് മൂന്നാമത്തേത്. ഇതിൻ്റെ കോളർ ഇതുപോലെ ഇങ്ങനെ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ്. രണ്ട് കോളറിൻ്റെ ഷേപ്പൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പല്ലേ. ഇതൊരു ഗ്രേ കളറാണ്. ഇത് നല്ല ലൂസ് ഫിറ്റാണ്, നല്ലൊരു ടോപ്പാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈദിൻ്റെ ഓഫേഴ്സിൽ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രൈസൊന്നും ആയിട്ടില്ല. ഇത് അടുത്തത് ശരിക്കും പുതിയൊരു ഡിസൈനാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഡിസൈൻ കാണുന്നത് തന്നെ. ഇതൊരു വൈറ്റ് ഷർട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചീറ്റ പ്രിൻ്റ് ഇങ്ങനെയുണ്ട്, കണ്ടോ ചീറ്റ പ്രിൻ്റ്. ബാക്കിലുണ്ടോ അതിൻ്റെ വലിയ പ്രിൻ്റ്. ഇത് വലിയ പ്രിൻ്റും ചെറിയ പ്രിൻ്റുമായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് ഒരു പുതിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ഷർട്ടാണ്. ഇതിൽ പല കളേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ വൈറ്റാണ് എടുത്തത്. നെക്സ്റ്റ് ഞാനൊരു ഡസ്റ്റി പിങ്ക് സ്കേർട്ടാണ് എടുത്തത്. ഇത്രയും നല്ല വലിയ സ്കേർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സ്കേർട്ട് ഇടാൻ. ഇങ്ങനത്തെ സ്കേർട്ടും ഷർട്ടും കൂടെ ഇട്ട് ഇടാൻ ഭയങ്കര രസമായിരിക്കും. ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോഴും ഒരു സ്കേർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം സ്കേർട്ടിൻ്റെ കൂടെ ഷർട്ട് നല്ലൊരു മാച്ചിങ് ആണ്. പിന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ അകത്ത് ടീഷർട്ട് ഇട്ടിട്ട് പുറത്ത് കോട്ട് പോലൊക്കെ ഇടാനും ഇത് നല്ലൊരു കളറാണ്. ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു ഷർട്ട് എനിക്ക് വേറൊരു കടയിൽ നിന്ന് കിട്ടി. അപ്പം ഞാൻ ഈ സ്കേർട്ട് കണ്ടപ്പോൾ ഞാൻ അങ്ങ് വാങ്ങിച്ചു. ഇത് ഞാനൊരു ഗ്രീൻ കളർ പലാസോ, നിങ്ങൾക്ക് എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെൽവെറ്റാണ് മെറ്റീരിയൽ. പക്ഷെ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പായലില്ലേ, നമ്മൾ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ മതിലൊക്കെ പച്ച കളറിലെ പായൽ കാണത്തില്ല, ആ കളറാണ് ഇതിന്. അത് ഈ ലൈറ്റിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞാനപ്പോൾ ഈ പാൻറ് ആദ്യം വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സാധനം വാങ്ങിക്കാൻ പോയപ്പം കിട്ടിയതാണ് ഈ ഷർട്ട്. അപ്പം ഈ ഷർട്ടും ഈ പാൻറ്റും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഷർട്ട് വാങ്ങി. ഫസ്റ്റ് ഇത് വാങ്ങി, പിന്നെ വേറെ കടയിൽ നിന്ന് ഇത് വാങ്ങിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല രസമായിരിക്കും. ഇത് മാച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വെൽവെറ്റ് പാൻറ്റ്. ഇത് അടുത്തൊരു വെൽവെറ്റ് പാൻറ്റാണ്. ഇതും വേറൊരു ഗ്രീനാണ്.
മറ്റേ ഗ്രീൻ വേറൊരു ഷെയ്ഡ്, ഇത് വേറൊരു ഷെയ്ഡ്. ഇതും അത്ര ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ല, പക്ഷേ ഇതിനും പറ്റിയൊരു ഷർട്ട് എനിക്ക് കിട്ടി. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഷർട്ടാണ് ആ പാൻറ്റിന് കിട്ടിയത്. വലിയ ഷർട്ട്, ഭയങ്കര വലിയൊരു ഷർട്ടാണ് ഇത്. ഇതുപോലെ ചെറിയൊരു ഫ്ലവേഴ്സ്, ചെറിയ ലീഫ് അങ്ങനെ ആയിട്ട്. അപ്പം ഞാൻ എവിടെ പോയാലും ഗ്രീൻ കളർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഉറപ്പായിട്ട് എടുത്തിരിക്കും. കാരണം കൂടുതൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അങ്ങനത്തെ കളേഴ്സ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെയൊക്കെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഷർട്ട് ഒരു കടയിൽ നിന്ന് കിട്ടും, അതിനൊരു പാൻറ്റ് കറക്റ്റ് വേണമെങ്കിൽ അത് വേറൊരു കടയിൽ നിന്നായിരിക്കും. ഏതെങ്കിലും സെറ്റായിട്ട് എടുക്കുന്ന കോട്ട് സെറ്റ്സായിട്ട് എടുക്കുന്ന കുറവായിരിക്കും. ഇങ്ങനെ ചിലപ്പോൾ കിട്ടുന്ന അത് ഭയങ്കര നല്ലൊരു കോമ്പിനേഷനിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് 2 പാൻറ്റും 2 ഷർട്ടും അങ്ങനെ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു ടോപ്പ്, ഒരു ഗ്രീൻ കളർ ടോപ്പാണ്. ഇതിൻ്റെ ഫിറ്റ് കണ്ട് ഇങ്ങനത്തെ ഒരു കഫ്താൻ മോഡലാണ്. കഫ്താൻ്റെ ഇതിൽ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പായിട്ട് വന്നേക്കുന്നത്. പിന്നെ സ്ലീവൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ നെക്ക് കോളറാണ്, ബട്ടൺസ് ഒന്നുമില്ല. അതിന് താഴെ ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ കെട്ടുന്ന പോലെ ഒരു ഡിസൈനാണ്. ഇങ്ങനെ ഇത് നല്ല ഫിറ്റായിട്ടുള്ള പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ലൂസായിട്ട് കിടക്കും, പാൻറ്റ് നല്ല ഫിറ്റായിട്ടിരിക്കുന്ന പോലെ. ഇത് ഡാർക്ക് ഗ്രീൻ കളർ, ഒരു സിൽക്കി മെറ്റീരിയലാണ്. ഇതൊരു ലോങ് ഫ്രോക്ക് ഞാൻ വാങ്ങിച്ചാണ്. ലോങ് ഫ്രോക്ക്, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഇതാണ് ശരിക്കും ഈദിൻ്റെ റിയൽ സ്പെഷ്യൽ ഒരു ഡ്രസ്സെന്ന് പറയാൻ ഇതാണ്. ഇതിലെല്ലാം ഒരു ഗ്രീൻ ബ്ലൂ എല്ലാ കോമ്പിനേഷനും ഉണ്ട്. വൈറ്റാണ് ബേസ് കളർ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് കെട്ടാനുള്ള ഇങ്ങനത്തെ ഒരു കെട്ടുന്ന ഇതുമുണ്ട്. ഇത് ഭയങ്കര നല്ലൊരു ഡ്രസ്സാണ്. ബ്യൂട്ടിഫുൾ വൈറ്റും ഗ്രീൻ ബ്ലൂ പേർപ്പിൾ ഓൾ ദ പ്ലസൻറ്റ് കളേഴ്സ് ആർ ദെയർ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അടുത്തതും ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്ക് പോലത്തെയാണ്. ഇതൊക്കെ ഇവിടെ ശരിക്കും അറബികളൊക്കെ ഇടുന്ന ആ ഒരു രീതിയിലുള്ള അവരുടെ ഈ ഫങ്ഷൻസിലൊക്കെ ഇടുന്ന പോലത്തെ ഡ്രസ്സാണിത്. കണ്ടോ, ഇതും അങ്ങനെ തന്നെ ലോങ് ഫ്രോക്കാണ്. ഇതും ഭയങ്കര പ്ലസൻറ്റ് കളേഴ്സാണ്, വൈറ്റും ലൈറ്റ് പിങ്കും ഒക്കെ ചേർന്നിട്ട്. പിന്നെ ഫ്ലവേഴ്സ് എല്ലാ കളറും ഉണ്ട്. നല്ല ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. നമുക്ക് താഴെ വരെ ഉണ്ട്, നല്ല ലൂസ് ഫിറ്റാണ്. പിന്നെ ഇതിനും ഉണ്ട് കെട്ടാനുള്ളത്, നമുക്ക് വേണേൽ അങ്ങനെ കെട്ടിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സിൽവർ ലേസ് പോലെയുണ്ട്, താഴെ വരെയുണ്ട്. പിന്നെ സ്ലീവിൻ്റെ അറ്റത്തും അതുപോലെ ലേസ് ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് 2 ഫ്രോക്സാണിത്. ഞാൻ വാങ്ങിച്ചാണ്. ഇത് ലൂസ് ഷർട്ടല്ല, ഇതൊരു ഫിറ്റായിട്ടുള്ള ഷർട്ടാണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചത് ഇതിനകത്തൊരു വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ പുറത്തൊരു ഷർട്ട് ബട്ടൺ ഇടാതെ ഇടാനായിട്ട്, ഒരു കോട്ട് പോലെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് പറ്റുന്ന ഒരു സ്കേർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് തമ്മിലാണ് മാച്ച് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു, ഇതും വേറെ കടയിൽ നിന്നാണ്. അപ്പം പക്ഷേ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് നല്ലതായിട്ട് ചേരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതെല്ലാം ഭയങ്കര ഒരു പേസ്റ്റൽ കളേഴ്സാണ് ഈ ഷർട്ടിൽ ഫുള്ളും. നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് അല്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. പിന്നെ ഷർട്ട് ആകുമ്പോൾ എല്ലാം ഫുൾ സ്ലീവ് ആയിരിക്കും. ഞാൻ എപ്പോഴും ഏത് ഡ്രസ്സും ഫുൾ സ്ലീവാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു ടോപ്പാണ്, ഇതൊരു ഷർട്ടായിട്ടല്ല ടോപ്പായിട്ട് വാങ്ങിച്ച ഒരു സ്കേർട്ടിന് ടോപ്പായിട്ടൊക്കെ ഇടാനായിട്ട്. നല്ലൊരു ബ്ലൂ കളറാണ് ഇത്.
ഇതിൻ്റെ കോളറൊന്നുമില്ല, അല്ലാത്ത ഇതാണ്. പിന്നെ സ്ലീവ് ഇതുപോലെ ലോങ് സ്ലീവാണ്, ബട്ടൺ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല മെറ്റീരിയലാണ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് വേറെ ബ്ലൂവാണ്. ഇതൊരു നേവി ബ്ലൂ കളറായിട്ട് വരും. ഇത് ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ സ്ലീവ് അങ്ങനെ തന്നെ. ഇത് വേറൊരു ഗ്രീൻ ടോപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വാങ്ങിക്കാതെ പോകത്തില്ല. അതുപോലെ ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ. പിന്നെ ഇതിൻ്റെ എല്ലാം കെട്ടുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് കെട്ടാനുള്ള റോപ്പായത്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ റോപ്പ് കാണുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ. ഇത് സ്കേർട്ടിന് ഇടാൻ വേണമെങ്കിൽ നല്ല ഫിറ്റായിട്ടുള്ള പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് 2 ഷോൾ ഞാൻ വാങ്ങിച്ചതാണ്. നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് വാങ്ങിച്ചാണ്. നമുക്ക് ഏതെങ്കിലും ഡ്രസ്സിന് വേണമെങ്കിൽ നമുക്ക് അതുപോലെ ഇടാം, ചേരുന്ന ആ ഒരു രീതിയിൽ. ഇതും അതുപോലെ വാങ്ങിച്ചു. ഇതിലും എല്ലാം നല്ല പ്ലസൻറ്റ് കളേഴ്സ് എല്ലാം. ഇനി ഞാൻ R&Bന്ന് വാങ്ങിച്ച കുറേ ബാഗുകളാണ്. R&Bയിൽ ഇപ്പം ഇതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു, ഫ്ലാറ്റ് 30%. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും നേരത്തെയൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ബാഗുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഒരു 2-3 ബാഗാണ് കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ. ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? ഇതിൻ്റെ ഷേപ്പും നല്ലതാണ്, നല്ല സ്പേസ് ഒക്കെ ഇതിനകത്തുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൈസാണ് ശരിക്കും. അപ്പോൾ ഇതൊക്കെ 60 ദിർഹംസിന് നമ്മൾ 30% ഓഫറിലാണ് ഇതൊക്കെ കിട്ടുന്നത്. ഇത് ഫസ്റ്റ് ബാഗ്. പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, കാരണം ഇത് R&B എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഷോപ്പല്ലേ. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ കയറുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് സെക്കൻഡ് വൺ. ഇതെല്ലാം അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. ബ്രൗൺ, ക്രീം, ആ ഒരു ലൈറ്റ് ബ്രൗൺ കോമ്പിനേഷനിൽ നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഇതാണ് തേർഡ് ബാഗ്. ഇത് നല്ലൊരു ഭംഗിയുള്ള ബാഗ്. ഇതിനകത്ത് 2 ടൈപ്പ് ഇതൊക്കെയുണ്ട്. നല്ല സ്പേസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പീസൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ, ഭയങ്കര ബ്രൈറ്റ് അല്ലാത്തൊരു ഗോൾഡൻ കളർ. അപ്പോൾ ഈ 3 ബാഗാണ് ഞാൻ R&Bന്ന് വാങ്ങിച്ചത്. ഇത് ഞാൻ കുറച്ച് പ്ലെയിൻ ടീഷർട്ട്സ് വാങ്ങിച്ചതാണ്. ഇത് R&Bന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് ജെൻസിൻ്റെ ശരിക്കും ഞാൻ വാങ്ങിച്ചത്, കാരണം അതാകുമ്പോൾ നമുക്ക് വലിയ സൈസ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഷർട്ടിനകത്ത് ഇന്നറായിട്ട് ഇടാം. എന്നിട്ട് ഷർട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിടുമ്പോഴത്തേന് അത് അകത്ത് നല്ലൊരു ഇതായിരിക്കും. അല്ലാതെ വേണമെങ്കിലും ടീഷർട്ടായിട്ട് നല്ല ലൂസ് ഫിറ്റ് ടീഷർട്ട്സ് ആയിട്ട് ഇടാം. അതൊരു ബ്രൗൺ കളർ. നേരത്തെ കാണിച്ചൊരു ബ്ലൂവാണ്, ഇതൊരു ബ്രൗൺ കളർ. ഇതൊരു ഡസ്റ്റി പിങ്ക് കളർ. പിങ്കും ഒരു സ്കിൻ ടോണും കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ. ഇതെല്ലാം ഓഫറിലാണ് കിട്ടിയത്. പിന്നെ ഇത് കുറച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടാനുള്ള കുറേ ടീഷർട്ട്സാണ്. ഇത് ജെൻസിൻ്റെ ടീഷർട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഈദിൻ്റെ ടൈം ഷോപ്പിംഗ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള ഓഫർ നമുക്ക് അത്രയും കിട്ടത്തില്ല, അല്ലെങ്കിൽ ചില പീസിനല്ലേ ഉള്ള ഓഫറുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേന് എല്ലാം ഫ്ലാറ്റ് 50, 40, 30 ആ റേഞ്ചിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കുറേ നാളത്തേക്കുള്ള സാധനമായി കിട്ടും.
ഇതിങ്ങനെ 3 ടീഷർട്ട് വാങ്ങിച്ചേ. പിന്നെ ഫൈനലി ലുലുവിൽ ഇന്നലെ പോയപ്പം ലുലു കണ്ടൊരു ബാഗുണ്ട്, ലുലു ഫാഷൻസ്. അതാണ് ഇത്. ഇത് നല്ലൊരു പിങ്ക് കളർ, ഇങ്ങനെ നല്ല ബാഗ്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇന്ന് കാണിക്കാനുള്ളത്. ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഇതിന് എത്രയാണ് വിലയെന്ന് ചോദിച്ചാൽ ഇതിന് 30 dirhams. എനിക്ക് തോന്നുന്നു ഇത് അവരവിടെ എഴുതി വെച്ചിരുന്നത് 102 എന്നെങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വൽ പ്രൈസ് 102, പക്ഷെ നമുക്ക് കിട്ടിയ 30 dirhams. താങ്ക് യു.